സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം സർ, സാംസ്കാരിക നായകന്മാരുടെ, സാഹിത്യകാരന്മാരുടെ ഒരു കുത്തൊഴുക്കാണ് സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വേദികളിലൊക്കെ അവർ ആ വിഷയത്തെ അഡ്രസ് ചെയ്യും. ഹാഷ്ടാഗുകൾ ഉണ്ടാകും. പരമാവധി അവരുടെ നിലപാട് എന്താണോ ആ വിഷയത്തിൽ അതിനെ അവർ പറയും. ഭൂരിഭാഗ അഭിപ്രായം എന്താണോ അതിനനുസരിച്ച് സോഷ്യൽ മീഡിയയും ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങും. നമ്മൾ കാലങ്ങളായി ഇതാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തെ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, അതായത് BJP വക്താക്കൾ ഉൾപ്പെടെ, RSS വക്താക്കൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള തരത്തിൽ. പക്ഷേ സാംസ്കാരിക നായകന്മാരുടെ, സാഹിത്യകാരന്മാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒന്നും എവിടെയും കണ്ടില്ല. എന്തുകൊണ്ടായിരിക്കാം സർ? അവർ മറന്നുപോയതായിരിക്കും അല്ലെ തിരക്കിനിടയിൽ? അത് ആവാൻ വഴിയില്ല. കാരണം 950 അല്ലെ 977 ഹിറ്റ് ലിസ്റ്റില് കേരളത്തിലെ സാംസ്കാരിക, പുരോഗമന, സാഹിത്യ, കവി, സിനിമ നായകന്മാരാരും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. കാരണം നേരത്തെ കൽബുർഗിയൊക്കെ മരിച്ചു കൊല്ലപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണ്. അതുപോലെ ആളുകൾ പലരും ത്രെറ്റിലാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന സാംസ്കാരിക, സാഹിത്യ നായകന്മാർ മുന്നോട്ട് വരുന്നുണ്ട്. അവര് പ്രതികരിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ആരുടെയും പേര് ആ ലിസ്റ്റിൽ കാണുകയില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ അല്ലെങ്കിൽ അവർക്ക് ലിസ്റ്റിൽ വരികയില്ല എന്ന് ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ടാവാം അവർ അതിനോട് പ്രതികരിക്കാതെ. അപ്പം നമുക്കൊരു ത്രെട്ട് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ഇപ്പോൾ ഒരു സെമി പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി NIA കോടതിയിൽ സമർപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 2008 നവംബർ 26 ബോംബെ താജിലുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് NIA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തന്നെ. NIA ആക്ട് വരുന്നത് ആ ഡിസംബറിലാണ്. പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് NIA കോടതികൾ വന്നു. NIA കോടതി വന്നിട്ട് അതിലാണ് ഇത്തരം കേസുകൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കേസുകൾ ആണ്. അതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ കോർട്ടാണ്. സ്പെഷ്യൽ കോർട്ടുകൾ സ്ഥാപിക്കുന്നത് തന്നെ വളരെ വേഗത്തില് നീതി നടപ്പാക്കാനാണ് ആയിട്ടാണ്. അപ്പം അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ NIA കോടതിയിൽ വരുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കേസുകളാണ്. അതിൻ്റെ അത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു എഡ്ജ് എന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷ കൊടുക്കുക, ഇന്ത്യൻ പൗരന്മാർക്ക് സ്വത്തിനും ജീവനും സുരക്ഷ കൊടുക്കുക എന്നുള്ള ഒരു എഡ്ജ് വെച്ചിട്ടാണ് ഈ പറയുന്ന കോടതിയിലെ കേസ് FIR ഫയൽ ചെയ്യുന്നതും അതിൻ്റെ വിചാരണ നടക്കുന്നതും ഒക്കെ. അപ്പം ഭരണഘടനയുടെ വെളിച്ചത്തില് കുറ്റകൃത്യം ചെയ്യുന്നതിന് കുറ്റത്തിന് ജാതിയില്ല, മതമില്ല. കുറ്റം എന്ന് പറയുന്നത് കുറ്റം മാത്രമാണ് ഭരണഘടനയുടെ വെളിച്ചത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റകൃത്യത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ജുഡീഷ്യൽ പ്രോസസ്സിൽ കൂടെ കൊണ്ടുവരുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ അകത്തെ മതം അല്ലെങ്കിൽ ജാതി തുടങ്ങിയ കാര്യങ്ങൾ ക്രിമിനൽ കുറ്റത്തിൽ കൺസിഡർ ചെയ്യാറില്ല. ചെയ്യുന്നതെന്ന് പറഞ്ഞു കാരണം ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ്. സെക്യുലർ രാഷ്ട്രത്തില് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റത്തിന് ജാതിയോ മതമോ മറ്റു സ്വാധീനങ്ങളോ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അതുകൊണ്ട് NIA കോടതിയിൽ ഒരു കേസ് വരികയും ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ യാതൊരു വിധമായ ഡെക്കറേഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന, പൗരന്റെ ജീവന് സുരക്ഷിതത്വം കൊടുക്കാൻ ഉതകാത്ത ഒരു കുറ്റകൃത്യം സംഭവിച്ചിരിക്കുന്നതിനെയാണ് അവരവിടെ പരിഗണിക്കുന്നത്. മുൻപ് നക്സലൈറ്റുകളുടെ കാര്യത്തിലും മാവോവാദികളുടെ കാര്യത്തിലും ഇതേ
നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന, അതായത് ഇപ്പോൾ NIA കോടതിയിൽ കൊടുത്തിട്ടുള്ള പല കേസുകളിലും കേരളത്തിലെ ബുദ്ധിജീവി സമൂഹം, പുരോഗമന സമൂഹം, സാഹിത്യകാരന്മാർ, കവികൾ, സിനിമാക്കാരൊക്കെ ഒരുതരം സെലക്റ്റീവ് നിശബ്ദത പലപ്പോഴും പാലിച്ചിട്ടുണ്ട്. അതായത് പൗരന് ആപത്തുണ്ടാകുമ്പോൾ, അതായത് ജോസഫ് സാറിന്റെ കേസിൽ ഗവൺമെന്റിലെ ഒരു അംഗം തന്നെ വളരെ മോശമായ ഒരു അഭിപ്രായം തുടക്കത്തിൽ പറഞ്ഞു. പിന്നീട് അത് മാറ്റിയിട്ടൊന്നുമില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ മരണം, ഇതിലൊക്കെ അവർ ഒരു തരം സെലക്റ്റീവായിട്ടുള്ള നിശബ്ദതയോ അല്ലെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഒപ്പീനിയനോ ആണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ജനം എന്ന് പറയുന്ന ഇവർ വിചാരിക്കുന്ന ഇവരാണ് ബുദ്ധിജീവികൾ, ഇവരാണ് സാഹിത്യ പ്രഭുക്കൾ, അല്ലെങ്കിൽ കലാകാരന്മാരുടെ പ്രഭുക്കൾ, കലാകാര യജമാനന്മാരാണെന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. പക്ഷേ ജനം അവരെ കണ്ടൊക്കെ വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. ഇന്ദിരാഗാന്ധിയെ തന്നെ മറിച്ചിട്ട ജനമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അവർക്ക്, ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നിശബ്ദതയെ വായിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അവിടെയാണ് നമ്മളുടെ ആശങ്ക ഉണരേണ്ടത്. ഒന്ന്, വ്യക്തിപരമായിട്ട് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടം. രണ്ട്, പൊതുസമൂഹത്തിനെ ഇവർ ബാധിക്കുന്ന, ഇവരെന്ന് പറയുന്നത് ഇവരുടെ സൃഷ്ടികളും ഇവരുടെ കലാരൂപങ്ങളും കഥകളും കവിതകളും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത്, അത് അതിൻ്റെ അകത്തൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ മറ്റേ കാര്യത്തിൽ, അതായത് അവർക്ക് സ്വന്തമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടത്തിന്റെ അകത്ത് ഒരു ചോയ്സും ഇല്ല. അതെന്ന് പറയുന്നത് ഇവരിൽ നിന്നും ആനുകൂല്യമോ പ്രതിഫലമോ സൗഹാർദ്ദമോ ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വളരെ ദോഷകരമായ, അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ദോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. രാജീവ് ഗാന്ധി സ്ഫോടന കേസിൽ 2 ബാറ്ററി വാങ്ങിക്കൊടുത്ത ഒരു കക്ഷി കൂടി പ്രതിയായി. അപ്പൊ അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്തിനാണ് ബാറ്ററി മേടിച്ചതെന്ന് ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കൊടുത്ത മൊഴി. പക്ഷേ അത് പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. ആ ഗൂഢാലോചനയിൽ അയാൾ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളെ ഒഴിവാക്കാനൊക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഈ അപകടം ഇവിടുത്തെ സാഹിത്യ, കലാകാര, പുരോഗമന ആളുകൾക്ക് ഉണ്ടാവരുത് എന്ന് നമുക്ക്, അവരോട് സ്നേഹമുള്ളതുകൊണ്ട് നമുക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു MP-യുടെ പേര് പരാമർശിച്ച് കണ്ടു. അദ്ദേഹം നിരീക്ഷണത്തിലാണെന്നോ മറ്റോ. അത് MP ആയിട്ട് പോലും അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഇവരുടെ ഈ സാഹിത്യ കലാകാരന്മാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രതിഫലമോ ആനുകൂല്യങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് കരുതിയിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അവരോട് സഹതപിക്കുകയല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു കാര്യവും ചെയ്യാനൊക്കില്ല. കാരണം ഇത് രാജ്യസുരക്ഷയുടെ വിഷയമാണ്. അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടായിരിക്കും, ബുദ്ധിയുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടോളും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അശോക് സർ, ഇത് ഒരു പക്ഷേ SDP-യും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ആയതുകൊണ്ട് പാലിക്കുന്ന ഒരു മൗനമാണോ എന്ന് സംശയിച്ചാലും അതിൽ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഒന്നുകിൽ ഇവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവരെ ഭയപ്പെടുന്നു. ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷയത്തെ എവിടെയും അഡ്രസ് ചെയ്യാതെ സ്ഥിരമായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നവർ മിണ്ടാതിരിക്കുന്നെങ്കിൽ, ഒന്നുകിൽ അവർ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അതേ നിലപാടിനൊപ്പം സഞ്ചരിക്കുന്നു. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. അതല്ലാതെ ഒരു സാംസ്കാരിക കേരളത്തിൽ, ഇത്രയേറെ സാംസ്കാരിക കേരളത്തിന്റെ വക്താക്കളാണ് തങ്ങൾ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഗാസിയെയും
അല്ലെങ്കിൽ ഇറാനെയും ഒക്കെ ആലോചിച്ച് ഇവിടെ ബേജാറാകുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിൽ നടക്കുന്ന ഇത്തരം ചില നിലപാടുകളിൽ മൗനമായിട്ടിരിക്കുന്നു എന്നത് ഖേദകരമാണ്. അവർക്ക് വ്യക്തമായി പറയാൻ നിലപാടുകളില്ലാത്തവരോ അല്ലെങ്കിൽ ആശയങ്ങളില്ലാത്തവരോ ബുദ്ധിശൂന്യരോ ഒന്നുമല്ല. പക്ഷേ SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പുറത്തു വന്നിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റിൽ ഒന്നുകിൽ അവർക്ക് കൂടെ വിരോധമുള്ള ആളുകളുടെ പേരുകളാണ്, അതിൽ അവർ സന്തുഷ്ടരാണ്. അതുമല്ലെങ്കിൽ അവർ പോപ്പുലർ ഫ്രണ്ടിനെ ഭയപ്പെടുന്നു, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അതേ നിലപാടിൽ അവർ ചിന്തിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ. പറഞ്ഞോളൂ ഇവിടെ സാർ, ഒരു പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് പറയുന്ന ഒരൊറ്റ വാചകമേ ഉള്ളൂ. ആരെ നിങ്ങൾ ഭയപ്പെടുന്നുവോ അയാളാണ് നിന്റെ യജമാനൻ. ഈ ഒരു വാചകം മാത്രമേ ഇതിന് അടിക്കുറിപ്പായിട്ട് നമുക്ക് ചേർക്കാനുള്ളൂ. അത് തീർച്ചയായും സുരക്ഷിത സാർ പറഞ്ഞോളൂ. അല്ല, അടിക്കുറിപ്പായിട്ട് ചേർക്കാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ആരെയാണോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളുടെ തീർച്ചയായിട്ടും യജമാനായിരിക്കും. യെസ്. അവരുടെ അതേ ചിന്തയോട് കൂടി നടക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയപ്പാടല്ലെങ്കിൽ അവരുടെ അതേ രീതിയിൽ അതേ ചിന്തയിൽ നടക്കുന്നത് കൊണ്ടുകൂടിയായിരിക്കാം ഇത്തരത്തിൽ പ്രതികരിക്കാതെ പോകുന്നതും. പക്ഷേ അവസരങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാസയുടെയും ഇറാന്റെയും ഒക്കെ കാര്യത്തിൽ ഇവർ യജമാനന്മാർക്ക് വളരെ വളരെ സന്തോഷകരമായി ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സാർ.